ഇത് ബിന്ദു തിയേറ്റർ, തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് ഒരേക്കറിൽ ഒരു സിനിമാ തിയേറ്റർ. ഇത് വർഷങ്ങളോളം പഴക്കമുള്ള തിയേറ്ററാണ്. ഇതിൻ്റെ പേര് ആദ്യം മാത തിയേറ്റർ എന്നായിരുന്നു. അന്ന് നടത്തിപ്പുകാർ എലൈറ്റ് ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് ലക്ഷ്മി മിൽസ് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ടിമ്പിൾ നടത്തുന്ന മരക്കച്ചവടക്കാരാണ് ഇത് മേടിച്ചത്. അന്ന് മുതൽ ഈ ബിന്ദു തിയേറ്ററിൽ കിലുക്കം പോലെയുള്ള പടങ്ങളൊക്കെ 100 ദിവസം കളിച്ച തിയേറ്ററാണ്. പക്ഷേ ഇങ്ങനൊരു തിയേറ്റർ ഇന്നിപ്പോൾ കേരളത്തിലുണ്ടാകില്ല എന്ന് പറയാൻ, ഇതിൽ ഇങ്ങനെ പോലെ തിയേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഷോ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എ സി ഇല്ല. ഇതാദ്യം എയർ കൂളറാണെന്ന്, ആ എയർ കൂളറില്ല, വെറും ഫാൻ മാത്രം വെച്ചുകൊണ്ട് പടത്തിൻ്റെ സാറ്റലൈറ്റിൽ കൂടി തന്നെയാണ് പടം കളിക്കുന്നത്. അത്ര ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. വർഷങ്ങളോളം പരിചയം ഇവിടെ പഴക്കമുള്ളൊരു തിയേറ്ററാണ്. ഇതൊന്ന് പുതുക്കാനോ ഇത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനോ ഇതിൻ്റെ കോടീശ്വരന്മാരായ മുതലാളിമാർക്ക് ഒരു താല്പര്യവും. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വല്ല 4 ആൾ തമിഴ്നാട്ടുകാർ ഭായിമാരൊക്കെ ഇവിടെ പടം കാണാൻ വരാറ്. മലയാള പടങ്ങളൊന്നും അങ്ങനെ വരാറില്ല, ഒക്കെ തമിഴ് പടങ്ങൾ മാത്രമേ വരാറ്. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്റർ ഇവിടെ നടക്കുന്ന കാര്യം തൃശ്ശൂർ നിവാസികൾക്ക് പോലും അറിയില്ല. ഈ തമിഴ്നാട്ടുകാരും പയ്യന്മാരെയും കൊണ്ട് മാത്രമാണ് ഇവിടെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കടന്നു പോകുന്നത്. പക്ഷേ ഇത്രയും ചൂടുള്ളപ്പോൾ ഇന്നലെ ഞാൻ അവിടെ കണ്ട കാഴ്ച, ഇവിടെ കിലുക്കം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്കിൻ്റെ പോലെയുള്ള ജനങ്ങളാണ് ഈ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുന്നത്. ഒരു തമിഴ് പടം കളിക്കുന്നത്, ഇതെന്താണെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഒന്ന് അന്വേഷിച്ചപ്പോൾ ആൾക്കാരോട് പല ആൾക്കാരും തൃശ്ശൂർ പൂരത്തിന് വന്നവരാണ്. കൊല്ലത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കണ്ണൂരൊക്കെയുള്ള ആൾക്കാരാണ് എല്ലാവരും പരിചയപ്പെട്ടത്. ആരും ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് താല്പര്യമില്ല. അവരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനൊരു തിയേറ്ററിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് തിയേറ്ററിലേക്ക് സിനിമ വന്നതെന്നാണ് പറയുന്നത്. അവരൊക്കെ വന്നവരൊക്കെ അതിശയിക്കുക, ഇങ്ങനൊരു തിയേറ്റർ ഇത്രയും സ്ഥലത്ത് ഒരു വർക്ക് നടക്കാണ്ട് ഒരു സിനിമ മാത്രം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അത്ഭുതമാണ്. അതും എ സി ഇല്ല. ഇവിടെ എയർ കൂളറുള്ള സമയത്ത് കേരളത്തിലെ ആദ്യത്തെ എ സി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എയർ കൂളർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പടം കാണാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളമൊക്കെ നമ്മുടെ തലയിലേക്ക് വരും, നല്ല സുഖമായിരുന്നു. അപ്പോൾ അതുപോലും ഇപ്പം ഇല്ലാത്ത ഈ ഫാൻ മാത്രം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ ഈ തിയേറ്റർ കൊണ്ട് നടക്കുകയെന്ന് പറയുന്നത്. ഇത്രയും നല്ല സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്കേ ഇവിടെ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ, അതുപോലെ കണ്ടമാനം ഫ്ലാറ്റുകൾ, ഭയങ്കര വിലപിടിപ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇത്രയും ഒരു 1,500 രൂപ ടിക്കറ്റും വെച്ച് ഈ തിയേറ്ററിന് ഇത്രയും സ്ഥലങ്ങൾ ഇട്ടുകൊണ്ട് ഇപ്പോഴും ഇവിടെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ബിസിനസ്സുകൾ നടത്താം, അതെല്ലാം നടത്താണ്ട് ഈ തിയേറ്ററിൽ തമിഴ് പടങ്ങൾ കളിച്ചുകൊണ്ട് ഇപ്പോഴും ഇത് റൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് ആരായാലും മൂക്കത്ത് വിരൽ വെച്ച് പോകും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അത്രയും റിയൽ എസ്റ്റേറ്റ്, അത്രയും വിലയുള്ളൊരു സ്ഥലമാണത്. അവിടെ ഒരു 1.5 ഏക്കറിൽ ഇങ്ങനെ ഒരു തിയേറ്റർ ഭാർഗവി നിലയം പോലെ ഇങ്ങനെ കിടക്കുന്നത്. പുല്ലും കാടും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്ന് വെട്ടി ശരിയാക്കാനോ അതൊന്ന് ക്ലീൻ ചെയ്യാനോ ഇവിടെ ഒന്നും ആരും തയ്യാറല്ല. ഓപ്പറേറ്റർമാരോട് ചോദിച്ചപ്പോൾ ഓപ്പറേറ്ററുണ്ട് അവിടെ, അതുപോലെ തന്നെ വയസ്സായ 1-2 ആൾക്കാർ, ആകെ 3 സ്റ്റാഫ് അവിടെ ഉള്ളൂ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുതലാളിമാർക്ക് ഒരു താല്പര്യമില്ല, അവർക്ക് കാശിൻ്റെ ആവശ്യമില്ല. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലിയെന്ന് പറഞ്ഞ പോലെ ആ ജോലിക്കാർക്ക് വേണ്ടി ഇവരൊരു ഷോ നടത്തണമെന്ന് മാത്രമേ ഉള്ളൂന്നുണ്ട്. ആളുണ്ടെങ്കിൽ നടത്തും. അവർ 5 ആൾ വന്നാലും അവർ ഷോ നടത്തും. ഒരു ഫാനും പ്രൊജക്ടറും മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ പൂരത്തിന് വന്ന ആൾക്കാർ മുഴുവൻ ഇവിടേക്ക് ഈ സിനിമയ്ക്ക് കയറുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇത് സിനിമ ഒക്കെ ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ചൂട്ടത്ത് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുക? ഇത്രയും അവിടെ ഒരു മരം പോലും ഇല്ല. അതോടൊക്കെ അത്രയും ചൂടായിരിക്കുന്ന സമയത്ത് ഫാനിൻ്റെ ചുവട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സമയത്താണ്. തൃശ്ശൂർ ടൗണിൽ എത്രയോ എ സി തിയേറ്റർ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഡോൾഫി ഇല്ല, 2K ഇല്ല, മറ്റേ ഇല്ല, ഒരു ഇതുമില്ല. വെറും സാറ്റലൈറ്റിൽ പടം കളിക്കുന്നതല്ലാണ്ട് വേറെ യാതൊരു സൗകര്യങ്ങളും ഇല്ല. എന്നിട്ട് ഇവിടേക്ക് ഈ തിയേറ്ററിലേക്ക് ഇന്നലെ കണ്ട ജനങ്ങളെ കണ്ടപ്പോൾ തൃശ്ശൂർക്കാരെന്നെ ഞെട്ടിപ്പോയി. എന്തിനാ ഇവിടെയുള്ള ജോലിക്കാരൊരു 3 പേരുണ്ട്, അവർ പോലും ഞെട്ടിപ്പോയി. ഇതെന്താണ് ഇവിടെ നടക്കണമെന്ന് അവർക്ക് പോലും തിരിച്ചറിയുന്നില്ല. അവിടെ ആകെ സിനിമയ്ക്ക് വരാറുള്ളത് 2-3 പയ്യന്മാരും തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ തൃശ്ശൂർ പൂരമായിട്ട് ഇന്നിപ്പോൾ ബിന്ദു തിയേറ്റർ,
അവർക്ക് നല്ല കോളാണ്. തൃശ്ശൂർ ടൗണിലില്ലാത്ത തിരക്കുണ്ടെന്ന് ബിന്ദു തിയേറ്ററിൽ കണ്ടത്. കാരണം ഒന്നല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഈ തിയേറ്റർ കാണുമ്പോൾ അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറി ആ സിനിമ ഒന്ന് കാണാം. അപ്പോൾ തണുപ്പ് വേണ്ട, അതുപോലെ തന്നെ 4K സൗണ്ട് വേണ്ട, ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ട. ഇതാണ് ഈ തമിഴ് പടം ഇവിടെ കളിക്കുന്നത്. എനിക്കും മനസ്സിലാവുന്നില്ല ഇത് എവിടെ കളിക്കുന്നത്, ആരാണിത്, തെലുങ്ക് പടം ഡബ് ചെയ്ത് വന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തിയേറ്ററിൽ ഇന്നലത്തെ ഇങ്ങനെ ഒരു തിയേറ്റർ നിങ്ങളെ കേരളത്തിൽ ഞാൻ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് കൊണ്ട് നടക്കുന്ന മുതലാളിമാരെ സമ്മതിക്കന്നെ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സിനിമയോടുള്ളൊരു ആത്മാർത്ഥത. പണ്ട് പേര് കേട്ട തിയേറ്ററാണ്. ഇതിന് മുമ്പിലാണ് അന്ന് കാളച്ചന്തയും വന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രേതം ഇവിടെ വരാറുണ്ട്. പലരും കണ്ടവരുണ്ട്. അതുകൊണ്ട് ആരും അവിടെ കിടക്കാറില്ല.